പ്രാർത്ഥിക്കുക. കർത്താവേ ദൈവമേ, നിന്റെ വചനത്തിന്റെ വഴി നടത്തലുകളെ ഗ്രഹിക്കാൻ അനുവർത്തിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കേട്ട വചനങ്ങള് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. നാഥാ നീ മതി നിൻ കൃപ മതി നാഥാ നീ മതി നിൻ കൃപ മതി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, എപ്പോഴും നമ്മൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. പിതാവ് ദൈവത്തോട് നിങ്ങളുടെ മേൽ കൈനീട്ടാൻ വേണ്ടി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്ത് ഈശോയുടെ നാമത്തിൽ കൈകൾ വെച്ച് രോഗത്തെ സൗഖ്യത്തിനായി സമർപ്പിക്കേണ്ടതാണ്. ഇപ്പോഴും ഈശോ കാണിക്കുന്നത് കൈകളുടെ വിരലുകളുടെയൊക്കെ ഇടയിൽ, തുടയുടെ ഇടയിലൊക്കെ ഇങ്ങനെ ശരീരം അഴുകുന്ന വ്യക്തിയെ കർത്താവ് കാണിക്കുന്നുണ്ട്. ആ വ്യക്തികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. ശ്രുതികട ശ്രുതികട നെറ്റിയിൽ പാണ്ടാണ് ആദ്യം തുടങ്ങിയത്. മുഴിയുടെ അടിയിൽ വെളുത്ത കളറ്, പിന്നെ നെറ്റിയായിട്ട് പടർന്ന്, പിന്നെ ചിലർക്ക് ചുണ്ടിൽ പാണ്ട്. അവരെല്ലാവരെയും ഇപ്പോഴും ഓൺലൈനിലുള്ളവരും ആ പാണ്ട് സ്ഥലങ്ങളിലെല്ലാം കൈവച്ചുകൊണ്ട് യേശുനാമത്തിൽ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന വിസർപ്പ രോഗികള്, ത്വക്ക് രോഗികള്, അപ്പാ പിതാവേ, നിന്റെ പുത്രനായ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിന്റെ കൈകൾ അവിടെ മേൽ നീട്ടിക്കൊണ്ട് അവരെ സൗഖ്യപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. സന്ദേശത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ശരീരത്തിലെ വിസർപ്പരോഗമുള്ളവരെ, വേരിക്കോസിൻ്റെ അസുഖമുള്ളവരെ, വാതരോഗികളെ, മസിൽ ചുരുങ്ങുന്നവരെ, മസിൽ ബലക്ഷയമായിട്ടിരിക്കുന്നവരെ, എപ്പോഴും ഒരു തരം വിഷപ്പൊട്ടിൻ്റെ അലർജികൾ ഉണ്ടാകുന്നവരെ,
പൊറുക്കാത്ത വ്രണമുള്ളവർ, കാല് വിണ്ടു കീറുന്നവർ, പലതരത്തിലുള്ള ഇരിച്ചിലും പുകച്ചിലും അനുഭവിക്കുന്നവർ, അവിടെ മേലെല്ലാം കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി സ്തുതികട്ടെ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പാ പിതാവേ, അങ്ങിപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവിടുത്തെ അവകാശമോഹര്യമായ തിരുസഭയിലെ വേദനപ്പെടുന്നവരും കർത്താവിന് നിന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാത്തരം മക്കളുടെ മേലും ദൈവത്തിൻ്റെ കാരുണ്യം ചൊരിയട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ചുരുക്കമുള്ളവരെ, ഞരമ്പിൻ്റെ ചുരുക്കമുള്ളവരെ, ഞരമ്പിന് ബൾജ്, ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ബൾജ് ചെയ്ത് ബലൂൺ ഇങ്ങനെ ഇടക്കൊണ്ട് ഇങ്ങനെ വീർത്തിരിക്കണ പോലെ നമ്മൾ കാണത്തില്ലേ? ചില ബലൂൺ ഇങ്ങനെ പൊട്ടിച്ച് കഴിയുമ്പോൾ ഇടക്കൊണ്ട് വീർത്തിക്കണ പോലെ, അങ്ങനെ ഒരു സന്ദേശമാണുള്ളത്. ഇപ്പം ഇടകൊണ്ട് വാൽവുകൾ വീർത്തിരിക്കുന്നവരുണ്ട്, സൂക്ഷിച്ചു പോയവരുണ്ട്. ഞരമ്പുകളുടെ കാര്യമാണ് ഈ പറയണത്. അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രചേരണയുണ്ട്. നിങ്ങളെ സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പാ പിതാവേ, അങ്ങേപ്പോൾ തന്നെ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞരമ്പ് സൂക്ഷിച്ചു പോയവരും ചുരുങ്ങിപ്പോയവരും ബൾജ് ചെയ്യുന്നവരും വീർത്തു വരുന്നവരും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. മഹത്വം മഹത്വം, ആരാധന ആരാധന. സദയം തുടേടേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേടേ, സദയം തുടേടേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, നമ്മുടെ പിൻകഴുത്തിന് താഴേക്കുള്ള നട്ടലിൻ്റെ ഭാഗങ്ങളില്ലേ, അവിടെ ചിലപ്പോൾ വളഞ്ഞിരിക്കുന്നവരെയും അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ബട്ടൺ പോലെ ഇങ്ങനെ പൊന്തിയിരുന്നിട്ട് അസ്ഥിക്ക് ശോഷണം വരുന്നവരും ഇങ്ങനെ തല കുനിഞ്ഞു പോകുന്നവരെയൊക്കെ കാണിക്കുന്നുണ്ട് ഈശോ. അവരെല്ലാം നടുവെല്ലിനെ മുഴുവൻ ബോട്ടം മുതൽ അതിന് മുകളിൽ ടോപ്പ് മുതൽ ബോട്ടം വരെ നടുവെല്ലിനെ ഒഴിഞ്ഞുകൊണ്ട് ഈശോയുടെ വലത് കരത്താൽ സ്പർശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവേ, അത്ഭുതം പ്രവർത്തിക്കണമേ. അപ്പാ പിതാവേ, അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തില് നടുവെല്ലിനെ സൈനസ് കോണിനെ യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. അരികിൽ വരണമേ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഹൃദയരോഗികൾ, വാൽവിന് ചുരുക്കമുള്ളവർ, വാൽവ് ബ്ലോക്കായിരിക്കുന്നവർ, കരൾ രോഗികൾ, അതുപോലെ തന്നെ മഹോദര രോഗികൾ, കരൾ വീക്കമുള്ളവർ, കിഡ്നി ചുരുക്കമുള്ളവർ, കിഡ്നിയിൽ കല്ലുള്ളവർ, ഗർഭാശയത്തിൽ വീക്കമുള്ളവർ, സിസ്റ്റുള്ളവർ, അണ്ഡാശയത്തിൽ അതുപോലെ തന്നെ സിസ്റ്റുള്ളവർ, PCOD രോഗികൾ, അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട്
മുഴകൾ, അതുപോലെ തന്നെ സിസ്റ്റുകൾ, അതുപോലെ തന്നെ ബ്ലോക്കുകൾ, ശരീരത്തിലുള്ള കല്ലുകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. സഹയം തുടരണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരണേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, കൈ പൊക്കാൻ പറ്റാത്തവര്, നടക്കാൻ പറ്റാത്തവര്, നടക്കുമ്പോൾ തെന്നുന്നവര്, പൊതുസമൂഹത്തിൽ വന്ന പേടിച്ച് പതച്ചാടി എപ്പിലെപ്സിയെ പോലെ, ജന്യരോഗം പോലെ, അപസ്മാരം പോലെ പിടച്ചു തല്ലി വീഴുന്നവർ, അങ്ങനെ ന്യൂറോട്ടിക്കായിട്ട് എല്ലാ മക്കളുടെ പേരും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ പ്രാർത്ഥിക്കുന്ന അവരെ ഞരമ്പ് രോഗികളിലെ, മസ്തിഷ്ക രോഗികളിലെ, മനോരോഗികളിലെ, അപസ്മാ രോഗികളെ, എപ്പിലെപ്സി രോഗികളിലെ, ഓട്ടിസം രോഗികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങളെ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. മഹത്വം സദയം തുടരണേ സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരണേ, അരികിൽ വരേണേ സദയം തുടരണേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്രാവരോഗികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാം. ചിലർ അറിയാതെ എപ്പോഴും കണ്ണിൽ നിന്ന് പഴുപ്പോ കണ്ണീരോ അതിൻ്റെ കട്ടിയുള്ള ജലമൊക്കെ വരത്തില്ലേ. ചിലർക്ക് ചെവിയിൽ നിന്ന് പഴുപ്പും ചോരയൊക്കെ വന്നെ കാണാം. ചിലർക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ കൺട്രോളില്ലാതെ വായിൽ നിന്ന് തുപ്പൽ വന്നെ കാണാം. ചിലർക്ക് മൂത്രം അറിയാതെ പോകുന്നവരുണ്ട്. ബ്ലീഡിങ് വന്നിട്ട് പീരീഡ്സ് കഴിഞ്ഞിട്ട് നിൽക്കാതിരിക്കുന്നവർ 10-12 ദിവസം നീണ്ടു പോകുന്നവരുണ്ട്. ചിലപ്പോൾ വെള്ളപ്പൊക്കിൻ്റെ അസുഖമുള്ളവരുണ്ടാകുന്നു. ചിലപ്പോൾ മലമറിയാതെ പോകുന്നവരുണ്ടാകും. അവരെല്ലാം സ്പർശിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 36 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസമർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ മാരക രോഗങ്ങൾ, സ്രാവരോഗങ്ങളെ യേശുനാമത്തിൽ ഈ നിമിഷം മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ മഹത്വം വരേണേ സദയം തുടരണേ സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അസ്ഥികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അസ്ഥി ഒടിഞ്ഞവരെ, അസ്ഥി കൂടാത്തവരെ, അസ്ഥി ഒടിഞ്ഞതിൻ്റെ പേര്, അപകടത്തിൽപ്പെട്ട് ഒടിഞ്ഞതിൻ്റെ പേരിൽ ബലക്ഷയം അനുഭവിക്കുന്നവരെ, അകത്ത് കമ്പിയിട്ടിരിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ള രോഗികൾ, അസ്ഥിക്ഷയമുള്ള രോഗികൾ, പല്ലും എല്ലുമൊക്കെ ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള രോഗികൾ, അങ്ങനെയുള്ള ഓരോ രോഗികളുടെ മേലും കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടാൻ വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം അസ്ഥികളിൽ തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എസെക്കിയേൽ 37 പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ രക്തത്തിലെ അസ്ഥികളെ പുതുതാകുകയും ശക്തിപ്പെടുകയും ചെയ്യട്ടെ. I command you in the name of Jesus Christ to be healed. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന സദയം തുടരണേ ആരാധന. സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുട്ട നിൽക്കുക. ഇപ്പോൾ നമ്മൾ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. സാമ്പത്തിക ബാധ്യതയുള്ളവരെ,
വിസ പ്രോസസ്സിങ്ങിൽ ബ്ലോക്കായി പോയി വരെ യൂണിവേഴ്സിറ്റി എമൗണ്ട് എല്ലാം സെൻഡ് ചെയ്തു, പക്ഷെ നമുക്ക് വിസ അടിച്ചു വരണില്ല, റിജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പല പല കാരണങ്ങളാൽ. ഇതൊരു അഡ്മിഷൻ ആകാത്തവരുണ്ട് വിദ്യാഭ്യാസ മേഖലകളിൽ, ഉപരി വിദ്യാഭ്യാസത്തിനും വിദേശ വിദ്യാഭ്യാസത്തിനുമൊക്കെ അഡ്മിഷൻ ആകാത്തവരെ, ജോലിക്ക് വേണ്ടി വിദേശത്ത് ജോലിക്ക് വേണ്ടി പാസ്പോർട്ടിനും കുഞ്ഞുങ്ങൾക്ക് പാസ്പോർട്ട് കിട്ടാത്തവരുണ്ട്. കുഞ്ഞുങ്ങൾ ഇവിടെ പോയതിൻ്റെ പേരിൽ വളരെ ടെക്നിക്കലായിട്ടുള്ള ഒത്തിരിയേറെ പ്രയാസങ്ങളിൽ മനുഷ്യരെ ജീവിതം മുഴുവനും അതിനുവേണ്ടി ഒഴിഞ്ഞു വെക്കേണ്ടി വരുന്നവർ, കുഞ്ഞിനെ കൊണ്ടുവരാൻ ഇങ്ങോട്ട് അപ്പനെയും അമ്മയ്ക്കും വരാൻ പറ്റണില്ല, അങ്ങോട്ട് കൊണ്ടേ കൊടുക്കണം, അതിന് വിസ കിട്ടണില്ല. ഇങ്ങനെയൊക്കെ വല്ലാത്ത പുതിയ കാലത്തെ പുതിയ ജീവിതത്തിലെ പുതിയ പ്രയാസങ്ങളുമായിട്ട് മനുഷ്യർ വിഷമിക്കുകയാണ്. പലതരത്തിൽ പല ഡേറ്റുകളും ഡീബാറാകാൻ പോകുന്നു, ചില റാങ്ക് ലിസ്റ്റുകൾ ക്യാൻസലാകാൻ പോകുന്നു, അവസാനത്തെ കാത്തിരിപ്പും അസ്തമിച്ചു പോകുന്ന അവസ്ഥകൾ, ചില ഭാഗുടമ്പോൾ ചിലർക്ക് നടക്കണില്ല, ചിലർ മനഃപൂർവ്വം ഒപ്പിട്ട് കൊടുക്കത്തില്ല, നമ്മളെ ഗതി പിടിക്കുമെന്ന് ഓർത്തുകൊണ്ട് മനഃപൂർവ്വം വട്ടം ചവിട്ടി നിൽക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ലോൺ കിട്ടുന്നില്ല, കിട്ടാൻ സാധ്യത ഉണ്ടായിട്ട് പോലും മനഃപൂർവ്വം അത് വെച്ച് താമസിപ്പിക്കുന്ന, ഇങ്ങനെ സാമ്പത്തികമായിട്ടൊരു ഫ്ലോ നടക്കണില്ല, കച്ചവടം പൊട്ടിപ്പോകുന്ന അവസ്ഥകൾ, കടകളിലെ കച്ചവടം ഇല്ലാത്ത അവസ്ഥകൾ, പുതുതായിട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കും, എങ്ങനെ മക്കളെ പോറ്റാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ലാതെ ജപ്തി നടപടിയെ ഭീഷണിയെ നേരിടുന്നവർ, വാടക കെട്ടിടങ്ങൾ വിൽക്കാതെ കിടക്കുന്നവർ, അതുപോലെ തന്നെ കൊടുക്കാതെ വാടക എടുക്കാനില്ലാതെ വെറുതെ ബിൽഡിങ്ങുകൾ കിടന്നിട്ട് ബാങ്കിൽ അതിൻ്റെ ലോൺ കൂടി വരുന്നവർ, ഫ്ലാറ്റ് കിടന്നതിന് ശേഷം വീടുകൾ കിടന്നതിന് ശേഷം വിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ലോൺ കൂടിയിട്ട് അത് മുടക്കുമ്പോൾ കൂടുതൽ കടമായി മാറിയിട്ട് ചത്ത് കളയണ തോന്നുന്ന രീതിയിലുള്ള വളരെ മാനസിക സംഘർഷത്തിൽ കഴിയുന്ന വിഷമങ്ങൾ അനുഭവിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിൻ്റെ വിടുതൽ ലഭിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഉന്നതമായ നാമത്തിൽ 36 കൊല്ലം അനുഭവത്തെ കുമാരുടെ യോഗ്യതയാൽ ഭാഷാൽത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ എല്ലാവിധ തടസ്സങ്ങളും യേശുനാമം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ദുരിതങ്ങള് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഡൈവേഴ്സ് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഡൈവേഴ്സ് നടക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരുടേതും വേദന തന്നെയാണ്. എല്ലാ മേഖലകളിലും കേസ്, കോടതി കേസ് ആയിരിക്കുന്നവരെ, വിചാരണ കേസ് തുടങ്ങിയിരിക്കുന്നവരെ, ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നവർ, എന്തൊരു ജഡ്ജ്മെൻ്റ് ആയിരിക്കും എന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്നവർ, അതുപോലെ അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. സ്ഥലം വിൽക്കാത്തവർ, അതുപോലെ തന്നെ കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വലിയ കടത്തിൽ ജീവിക്കുന്നവർ, കള്ളക്കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപയും കാരുണ്യം ചെയ്യാൻ വേണ്ടി അമ്മയുടെ മധ്യസ്ഥത പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. ചിലർക്കെല്ലാം ഭയങ്കര കൺഫ്യൂഷനാണ്. വയസ്സ് 10, 36, 34, 30 കല്യാണം കഴിക്കണോ, അതോ ജോലി കിട്ടിയിട്ട് മതിയോ, ഇങ്ങനെ ജോലി കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കല്യാണം നീട്ടിക്കൊണ്ടുപോയി, അങ്ങനെ അവസാനം ജോലിയുമില്ല കല്യാണമില്ലാതെ അന്വേഷിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. അവരെല്ലാം കർത്താവേ, ഞാൻ ഈ വർഷങ്ങളെല്ലാം നടത്തിയിട്ടുള്ള ആരാധനകളുടെയും സർവോപരി അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അവരുടെ ഇരുൾ മൂടിയ ഇനി ഒരടിമ എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയാൻ പാടില്ലാത്ത തടസ്സപ്പെട്ടിരിക്കുന്ന അവരുടെ ജീവിത ഭാരങ്ങളെ, തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി ഈശോയുടെ നാമത്തിൽ വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം. നടക്കാത്ത പല കാര്യങ്ങളും നടക്കാവുന്നതേ ഉള്ളൂ എന്നാണ് നമ്മളെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം യൂട്യൂബിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ചേച്ചി കല്യാണം കഴിച്ച് വന്നതിന് ശേഷം 40 കൊല്ലമായെന്ന് തോന്നുന്നു. ഇന്ന് വരെ മര്യാദക്ക് അവരുടെ വീട്ടിലോട്ട് പോകാൻ പറ്റണില്ല, വഴിയില്ല. അത് തന്നെ പ്രശ്നം. അപ്പോൾ അവർ അമ്മയോട് വന്ന് കണ്ണീരോടെ പറഞ്ഞു, അമ്മയെ വഴിയില്ല, 40 കൊല്ലമായി എൻ്റെ കുഞ്ഞുങ്ങളുടെ കല്യാണത്തിന് പോലും നടക്കാത്തൊരവസ്ഥയാണ്. വഴിയില്ലാത്ത വീട്ടിൽ പെണ്ണ് കൊടുക്കുകയും ചെറുക്കൻ കൊടുക്കുകയും ഇല്ല. അതുകൊണ്ട് ഞാൻ വളരെ വേദനിക്കുന്നെന്ന് പറഞ്ഞൊരു ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് അമ്മയുടെ മാധ്യസ്ഥർ വെഞ്ചരിച്ച ഈശോയുടെ നാമത്തിൽ വെഞ്ചരിച്ച ഉപ്പ് കൊണ്ടുപോയി ആ വഴിയിലിടും. വെറുതെ കണ്ടവൻ്റെ വഴിയാണ്. പക്ഷേ 10 ദിവസത്തിനുള്ളിലാണ് അത് പുറമ്പോക്കായിട്ട് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നത്. എന്നിട്ട് ഇവർക്ക് 12 അടി വഴിയുള്ള വഴി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷിയൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. അപ്പോൾ ഞാൻ ഓർക്കുന്നത് 40 വർഷമായിട്ട് അവർ കല്യാണം കഴിച്ച് വന്നിട്ട്, അപ്പോൾ അതൊക്കെ മുമ്പ് ആ വഴിയില്ലാത്തൊരു വീടാണത്. സംബഡി ഷുഡ് ദെയർ ടു അഡ്വക്കേറ്റ്. ദൈവത്തിൻ്റെ മുമ്പിൽ പിടിപാടുള്ള ആരെങ്കിലും ഉണ്ടായാൽ നടക്കാവുന്ന കാര്യങ്ങളേ ഉള്ളല്ല. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. അരികിൽ വരണമേ. സദയം തുടേണേ സുഖമായി എൻ്റെ ഉള്ളം. മക്കളില്ലാത്തവരെ, ഞാൻ ഈ മക്കളില്ലാത്തവരുടെ ശരിക്കും വേദന അനുഭവിക്കുന്ന ഒരാളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മക്കളുള്ളവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവത്തില്ല. ഏറ്റവും കൂടെ പ്രയാസപ്പെടുന്നത് ഈ മക്കളില്ലാത്ത ചേച്ചിമാരാണ്. ശരിക്കും അവരുടെയൊക്കെ വേദന പറയാൻ പോലും പറ്റത്തില്ല. നിങ്ങളോർക്കോ എന്നാ മക്കളില്ലേ ഇല്ലാത്തതിലേ ഉള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾ പറയും. പക്ഷേ അങ്ങനെയല്ല പ്രശ്നം. അവർ ചാകാൻ വരെ തയ്യാറാണ് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി. അത്രയുടെ ഒരു ഇമോഷണൽ സെറ്റപ്പ് അതാണ്. അപ്പം ഞാൻ അവരെയൊക്കെ ശരിക്കും കുറേ നേരം പ്രാർത്ഥിക്കും അവരെ. കാര്യം കർത്താവ് കണ്ണ് തോന്നുകയുള്ളൂ, അങ്ങനെ ഒരു വചനയില്ലേ 43, കർത്താവേ അങ്ങേക്ക് ഞങ്ങളുടെ മേൽ കരുണ തോന്നുന്നത് വരെ എന്നും പറഞ്ഞ് സങ്കീർത്തനം പറയും. ആ കരുണ തോന്നുവോളും ഞങ്ങളുടെ കണ്ണുകൾ നിൻ്റെ മുമ്പിലേക്ക് ഇങ്ങനെ ഊന്നിക്കൊണ്ടിരിക്കുമെന്ന്. എൻ്റെ മക്കളെ സങ്കീർത്തനത്തിൽ ആ ദൈവാനുഭവം ഭയങ്കരമാണ്. അത് നിങ്ങളൊന്ന് അനുവർത്തിക്കണം, നല്ലതാണ്. എനിക്ക് തോന്നുന്നു 143:2 സങ്കീർത്തനം. 123 സങ്കീർത്തനം 2 തിരുവചനം വായിച്ചുള്ളൂ. ദാസന്മാരുടെ കണ്ണുകൾ എന്ന് പറഞ്ഞു. ദാസന്മാരുടെ കണ്ണുകൾ ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കയ്യിലേക്ക് എന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ അങ്ങേ നോക്കി പാർത്തിരിക്കുന്നു. ഇതാണ് എൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇതാണ് രീതി. കർത്താവിന് കരുണ തോന്നുവോളം കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, വാക്കിലും പ്രവൃത്തിയിലും വിചാരങ്ങളിലും. അതുകൊണ്ട് ഞാൻ മക്കളോട് പറഞ്ഞു, മക്കളെ ഇതൊന്നും പ്രശ്നമില്ല. അമ്മ ഈശോ ഒരു വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട്, ഈ കല്ലിൽ നിന്ന് എബ്രാഹത്തിൻ്റെ സന്തതികളെ ജനിപ്പിക്കുമെന്ന്. ഞാനിങ്ങനെ ഇവിടം വരെ വന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ വചനം ഞാൻ അതുപോലെ വിശ്വസിക്കും. ഞാൻ അതിൻ്റെ അലങ്കാരപ്പണിയായിട്ട് കാണിക്കത്തില്ല. അങ്ങനെ അത് സിംബോളിക്കാണ്. അത് ടെക്സ്റ്റൽ ക്രിറ്റിസിസം, ഫോം ക്രിറ്റിസിസം, ഹെർമനോട്ടിക്സ് എന്നൊക്കെ പറഞ്ഞ് സെമിനാരിൽ കുറേ സാങ്കേതിക വ്യാഖ്യാനം, ഈ സാധനം ഒന്നും ഞാൻ അപ്ലൈ ചെയ്യത്തില്ല. ഞാൻ പറയും എൻ്റെ കർത്താവ് പറഞ്ഞതാണ്, അത് ഞാൻ അതുപോലെ വിശ്വസിക്കും. പ്രൈസ് ദി ലോർഡ്. സ്തുതികളെ. അതായത് നിങ്ങളെ പല വചനങ്ങളും ജീവിതബന്ധിയായ വചനങ്ങൾ, ജീവിതത്തോട് ഘടിപ്പിക്കപ്പെട്ട വചനങ്ങളുണ്ട്. അതിൻ്റെ മക്കൾ അതുപോലെ അങ്ങ് വിശ്വസിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ എന്താ പ്രശ്നം? കർത്താവ് പറഞ്ഞാൽ ഈ കല്ലിൽ നിന്ന് എബ്രായ സന്തതി ജനിപ്പിക്കുമെന്ന് അല്ലേ? 3:9. ശ്രുതികട്ടെ ശ്രുതികട്ടെ. യോഹന്നാന്റെ സുവിശേഷം അല്ലേ? മത്തായി 3:9 വായിച്ച ശ്രുതികട്ടെ.
മത്തായി 3:9. മത്തായി 3:9. ഞങ്ങൾക്ക് പിതാവായി അബ്രഹാം ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ദമ്പതികളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവർക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചില വചനങ്ങൾ അഭിഷേകമായി എരന്ന് വാങ്ങിക്കണം ദൈവത്തിലേക്ക് എന്ന്. ചില നടക്കാത്ത കാര്യങ്ങളില്ലേ, അതിൻ്റെ ഒരു വചനമാണിത്. ഇപ്പം നിന്നോട് പറയും, നിനക്ക് സിൽ പോയിൻറ്റ്സ് ഇല്ല, നിൻ്റെ മൂത്ത മകളുടെ ലോൺ ഇതുവരെ അടച്ചിട്ടില്ല, തിരിച്ചടച്ചിട്ടില്ല, അതുകൊണ്ട് ഇളയ മകൾക്ക് ലോൺ തരികയില്ല, സിൽ പോയിൻറ്റ്സ് ഇല്ലെന്ന് പറഞ്ഞ് ബാങ്കുകാരെ നിന്നെ തള്ളിവിടും. അപ്പോൾ നീ പറയണം, ഈ കല്ലിൽ നിന്ന് എബ്രായ സന്തതികൾ ജനിപ്പിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന്. ശ്രുതികട്ടെ, ശ്രുതികളെ നിങ്ങൾ ഉടമ്പടി കണ്ടിട്ടില്ലേ? 24 കൊല്ലമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി. PCOD ആണ് മുഴുവൻ, ഇങ്ങനെ കുരുമുളക് പോലെ ഗർഭാശയം മുഴുവൻ, അണ്ടാശയം മുഴുവൻ കുരുക്കളാണ്. PCOD ആണ്. അത് കളയാനും പറ്റത്തില്ല, മരുന്ന് കഴിച്ചിട്ട് പോകണമില്ല. പിന്നെ എന്താ, പിന്നെ 16 കൊല്ലമായിട്ട് മക്കളില്ലാതെ ഇങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ ഇരട്ട പ്രസവിച്ച്. നിങ്ങളെ ഈ ആൾക്കാർ പറഞ്ഞത് കേട്ടു നോക്കിയേ, ഞെട്ടിപ്പോകും നമ്മൾ. കാര്യം എന്താണ്? ദൈവം വാക്ക് പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. 3:9. ഈ കല്ലിൽ നിന്ന്, എന്ത് PCOD ആയാലും ഈ കല്ലിൽ നിന്ന് പറഞ്ഞേ, ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തിന് സന്തതികളെ ജനിപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയും. എന്റെ ദൈവത്തിന് കഴിയും. ശ്രുതികട്ടെ, ഹല്ലേലൂയ. കൈകൾക്ക് കർത്താവ് പറഞ്ഞ ഒരു വാഗ്ദാനമാണ്. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കാം. കർത്താവിൻ്റെ ആശ്വാസത്തിൻ്റെ തീരത്ത് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഒരു വലിയ ഈശ്വര സന്നിധാനത്തിലാണ് നീ നിൽക്കുന്നത്. കർത്താവെ, അഡ്രസ്സ് ചെയ്യപ്പെടാത്ത, രജിസ്റ്റർ ചെയ്യപ്പെടാത്ത അനേകം കാര്യങ്ങളുണ്ട്. ദൈവമേ, ആൾക്കാരെ നോക്കി കണ്ണുനീരോടെ എൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ കർത്താവെ അച്ഛൻ എന്ന് പറഞ്ഞ് വേദനിക്കുന്നവരുണ്ട്. ഇപ്പോൾ പറയുമെന്ന് വിചാരിച്ച് പ്രതീക്ഷിക്കുന്നവരുണ്ട്. അവിടെ കാര്യം എല്ലാ കണ്ണുനീരും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്തവർ, പലതരത്തിലുള്ള വസ്തുവകകൾ വിറ്റുമാറാത്തവർ, കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ, മക്കൾ അന്യമായ വിശ്വാസരാഹിത്യത്തിലുള്ള ബന്ധങ്ങളിലും വിശ്വാസത്തിന് നിരക്കാത്ത ബന്ധങ്ങളിൽ ചെന്ന് കുടുങ്ങിപ്പോയവർ എല്ലാവരെയും ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾക്ക് അകപ്പെട്ടവർ, പലതരത്തിലുള്ള ലഹരികൾക്ക് അകപ്പെട്ടിരിക്കുന്നവർ, തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് ചാടിയിരിക്കുന്നവർ, ചിലക്കൊക്കെ പുരയുടെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പണയത്തിന് പകരം പുരയിടം എഴുതി കൊടുത്തിട്ട് അവർ പലിശ കൂടി ഇപ്പോഴും ഇറങ്ങിക്കൊടുക്കാൻ വേണ്ടി പറയുന്ന അവസ്ഥകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിന്നേക്ക് ആവശ്യിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ നിന്നേക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ നിൻ്റെ എല്ലാ പാശങ്ങളും എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഇപ്പോൾ ഓർത്തിട്ട് അതുകൂടി ഈശോയ്ക്ക് സമർപ്പിക്കുക. എന്നിട്ട് ശിരസ് നമിച്ച് ആശീർവാദം മേടിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ശിരസ് നമിച്ച് പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ